ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി UK ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതായത് 2025 ഫെബ്രുവരി 10 യുണൈറ്റഡ് കിങ്ഡം UKയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു പാർട്ണർഷിപ്പ് സെല്ല് തന്നെ ആരംഭിച്ചു. ഡിഫൻസ് പാർട്ണർഷിപ്പ് ഓഫ് ഇന്ത്യ DPI ഔദ്യോഗികമായി ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒന്നിലധികം പ്രതിരോധ കരാറുകൾ ഒപ്പുവെച്ച എയ്റോ ഇന്ത്യയോടൊപ്പമായിരുന്നു ഈ പ്രഖ്യാപനം. UKയിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു സമർപ്പിത സെല്ലാണിപ്പോൾ DPI. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഏകജാലക സംവിധാനമായിട്ട് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നു. നമ്മുടെ ബാംഗ്ലൂരുവിൽ നടന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർ ഷോയായ എയർ ഇന്ത്യ 2025 എന്തൊക്കെ കരാറുകളാണ് UKയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. തേൽസ് UKയും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ലേസർ ബീം റൈഡിംഗ് MANPADS ഒരു കരാർ ഒപ്പിട്ടു. പ്രാരംഭ വിതരണത്തിൽ സ്റ്റാർ സ്ട്രീ ഹൈ വെലോസിറ്റി മിസൈലുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതായത് തേൽസും BDLും ചേർന്ന് ഇന്ത്യയിൽ LMMകൾ നിർമ്മിക്കും. ഈ LMM മിസൈൽ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് മൾട്ടി റോൾ മിസൈൽ ആണ്. ഇത് എവിടെ നിന്ന് വേണമെങ്കിലും വിക്ഷേപിക്കാൻ സാധിക്കും. ഫ്രീ ഫാൾ LMM അല്ലെങ്കിൽ ഫ്യൂറി എന്നറിയപ്പെടുന്ന ഇതിന്റെ ഒരു ഗ്ലൈഡ് വകഭേദം ഡ്രോണുകളിൽ സജ്ജീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ വ്യവസായത്തെ തേൽസിന്റെ ആഗോള വിതരണ ശൃംഖലയുമായി സംയോജിപ്പിക്കും. അതുപോലെ തന്നെ UKയുടെ MBDAയും BDLും ചേർന്ന് ഹൈദരാബാദിൽ ഒരു ASRAAM ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കും. അതായത് അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ സൗകര്യം. ഈ സൗകര്യം നമ്മുടെ തേജസ് മാർക്ക് 1A, ജഗ്വാർ എന്നിവയ്ക്കുള്ള മിസൈലുകൾ നിർമ്മിക്കുകയും കയറ്റുമതിയെ പിന്തുണയ്ക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നാവിക ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇന്റഗ്രേറ്റഡ് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ രൂപകൽപ്പനയും വികസനവും സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റും ഒപ്പുവെച്ചു കഴിഞ്ഞു. ഈ കരാർ ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയിലും പ്രൊപ്പൽഷൻ കഴിവുകളിലും സ്വാശ്രയത്വം വർദ്ധിപ്പിക്കും. ഈ ലേസർ ബീം റൈഡിംഗ് കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് ലൈറ്റ് വെയിറ്റ് മൾട്ടി റോൾ മിസൈലുകൾ നിർമ്മിക്കുന്നതിനായി തേൽസും BDLുമായി കൂടുതൽ സഹകരിക്കുമെന്നും UK പറയുന്നു. ഇത് ഇന്ത്യൻ ബ്രിട്ടീഷ് വ്യവസായങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം വികസിപ്പിക്കുകയും ചെയ്യും. തേൽസിന്റെ ആഗോള വിതരണ ശൃംഖലയുടെ അവിഭാജ്യ ഘടകമായി BDLനും ഇന്ത്യൻ വ്യവസായത്തിനും ഒരു അടിത്തറയാണിത് പാകുന്നത്. ഇത് പരസ്പര സുരക്ഷ ആശങ്കകൾ പരിഹരിക്കുകയും ഇരു രാജ്യങ്ങളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇരു സൈന്യങ്ങളുടെയും പരസ്പര പ്രവർത്തനക്ഷമത പ്രാപ്തമാക്കുകയും ചെയ്യും. ഇന്ത്യയും UKയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ഈ പ്രതിരോധ സഹകരണവും ഇപ്പോഴത്തെ ഈ കരാറുമെല്ലാം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, കയറ്റുമതിയെ പിന്തുണയ്ക്കുക, തൊഴിലവസര സൃഷ്ടിയും വ്യാവസായിക വളർച്ചയെയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമതയും സുരക്ഷാ സഹകരണവും ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ കരാറുകളുടെ ലക്ഷ്യം. നമ്മുടെ ഇന്ത്യൻ സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി ഇവ യോജിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.